Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ചില ആളുകളെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് ഒരു ബ്രേക്ക് എടുത്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ് പക്ഷെ അതിലൊരു ബ്രേക്ക് എടുക്കുന്നത് കൊണ്ട് വല്ല പ്രശ്നവും ഉണ്ടോ, അല്ലെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു ബ്രേക്ക് എടുക്കേണ്ടത് അനിവാര്യമാണ്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു റൈറ്റ് ടൈം തന്നെ ആയിരിക്കും. മാത്രമല്ല ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫേസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുന്ന ആ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് എടുക്കുന്നതിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു റീസൺ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ സെൽഫ് ഡിസ്കവറി, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ കുറേ കാര്യങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് സ്കില്ല് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ട്, അതിനൊന്നും എനിക്ക് ടൈം കണ്ടെത്താനോ അല്ലെങ്കിൽ അതിലൊന്നും എൻ്റെ ഒരു കഴിവ് എനിക്ക് പ്രകടിപ്പിക്കാനോ കഴിയുന്നില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടത് അനിവാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എടുത്താലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ, എസ്പെഷ്യലി അത് ആ റിലേഷൻഷിപ്പ് കാരണം അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്ക് അനിവാര്യമായിരിക്കും. മാത്രമല്ല അത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു ബ്രേക്ക് കൂടിയായിരിക്കും. പിന്നെ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ 1-2 ആഴ്ച അങ്ങനെയൊക്കെ ആയിരിക്കും പല ആളുകളും അതിനുവേണ്ടി എടുക്കുന്ന ഒരു ടൈം. ആ ടൈം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചാണ് നമുക്കത് റിസൾട്ട് കിട്ടുക സ്വാഭാവികമായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു സെൽഫ് ഡിസ്കവറി അത്യാവശ്യമാണ്, അല്ലെങ്കിൽ എനിക്കത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു റീസൺ, കോൺസ്റ്റന്റ് ആയിട്ട് കോൺഫ്ലിക്റ്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തും ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാവുന്നതാണ്. കാരണം എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിരന്തരം വഴക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് പ്രശ്നമായിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളൊന്ന് സൈലന്റ് ആവുന്നത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്താണ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു വേ ഉണ്ടായിരിക്കുമല്ലോ, നമ്മുടെ തോട്ട്സ് കറക്റ്റ് ആണോ അല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു സെൽഫായി നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്നും 1-2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ നിങ്ങൾക്ക് കുറയ്ക്കാനും, മാത്രമല്ല ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ വേഴ്സായി പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്, തുടർച്ചയായി കോൺഫ്ലിക്റ്റുകൾ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കാതെ തന്നെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാനും ഈ ഒരു ബ്രേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ്സ് അല്ലെങ്കിൽ വഴക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് മാനസികമായിട്ട് നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല, അല്ലെങ്കിൽ പീസ്ഫുൾ അല്ല, സമാധാനവുമില്ല സന്തോഷവുമില്ല, എന്നാൽ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും ഉണ്ടാവില്ല, അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും, അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്താത്തതിന്റെ പ്രശ്നങ്ങളായിരിക്കാം, ഇങ്ങനെ ഒരുപാട് റീസൺ ആയിരിക്കാം ഇതിന് പുറകിലുണ്ടായിരിക്കുക. എനിവേസ് നിങ്ങൾക്ക് പൊതുവെ ഇങ്ങനെ തോന്നുകയാണ് ആ റിലേഷൻഷിപ്പിലാണ് പക്ഷെ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു സമാധാനമോ ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ബ്രേക്ക് എടുക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസും നിങ്ങളുടെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ഈ ഒരു ബ്രേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല തിരിച്ച് ആ ഒരു ബ്രേക്ക് നിങ്ങൾ അവസാനിപ്പിച്ച റിലേഷൻഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ലൈഫും, നിങ്ങളുടെ ആ ഒരു
ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നും അതിന്റെ കൂടെ തന്നെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് ലൈഫ് മാനേജ് ചെയ്യേണ്ടതിന്റെ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനും, അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടാനും ഒക്കെ ഈ ഒരു ബ്രേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ അൺഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾനെസ് ഇല്ലാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും റിലേഷൻഷിപ്പിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുന്നത് ഒരു റൈറ്റ് ഡിസിഷൻ ആയിരിക്കും. ഒരു പക്ഷേ ഇനിയും ഒരുപാട് റീസൺസ് അല്ലെങ്കിൽ ഓരോ ആളുകളുടെ സിറ്റുവേഷൻസും ഡിഫറെന്റ് ആയിരിക്കും. ഈ ഒരു കേസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ഏറ്റവും ബെറ്റർ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ പറഞ്ഞ സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ബ്രേക്ക് എടുക്കുന്നത് എപ്പോഴും ബെസ്റ്റ് തന്നെയായിരിക്കും. കാരണം ആ ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടി കംപ്ലീറ്റ്ലി നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക, അത് ഏറ്റവും പ്രയോജനകരമായിട്ട് നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക, അതിന് വേണ്ട ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ബ്രേക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ആഫ്റ്റർ ദാറ്റ് ആ ഒരു ബ്രേക്കിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫ് മറ്റൊരു ചാപ്റ്റർ എന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്നും ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊരു വയേർഡായിട്ടുള്ളതോ അല്ലെങ്കിൽ അതൊരു മോശമായിട്ടുള്ളതോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമേ അല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങൾക്കത് ഏറ്റവും പ്രയോജനകരമായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമോ അത് ആ ഒരു രീതിയിൽ തന്നെ ഉപയോഗിക്കാനും ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.